Hi everyone, welcome back to B.A tutorial. This is me, Jessna Shamna. ഞാൻ ഇന്ന് എത്തിയേക്കുന്നത് സോഷ്യൽ സയൻസുകാർക്കുള്ള ഒരു മോക്ക് ടെസ്റ്റുമായിട്ടാണ്. കാറ്റഗറി 3 എഴുതുന്നവർക്കും കാറ്റഗറി 2-ലെ സോഷ്യൽ സയൻസ് പാർട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്കും ഉപകാരപ്രദമായ ക്ലാസ്സുകളായിരിക്കും ഇത്. ഇതിൽ 2019 നവംബർ മാസത്തിൽ നടന്ന കേറ്ററ്റ് 3-ലെയും അതുപോലെ തന്നെ 2019 ഫെബ്രുവരിയിൽ നടന്ന കേറ്ററ്റ് എക്സാമിലെയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 35 മാർക്കാണ്. മോക്ക് ടെസ്റ്റ് എഴുതാൻ റെഡിയായിരിക്കുക, മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൂടി എനേബിൾ ചെയ്തിടുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. The sun will be vertically above the Tropic of Cancer on June 21, March 21, September 23, December 22. ആൻസർ ജൂൺ 21 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ജൂൺ 21, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഡിസംബർ 21 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ ഈ രണ്ട് സ്ഥലത്തെയും ജൂൺ 21 ആണെങ്കിൽ അത് സമ്മർ സോൾസ്റ്റൈസും, ഡിസംബറിലാണ് എന്നുണ്ടെങ്കിൽ അത് വിൻ്റർ സോൾസ്റ്റൈസും ആയിരിക്കും. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. Which country declared the open door policy in China? America, England, France, Japan. ആൻസർ അമേരിക്കയാണ് ചൈനയുമായി ഓപ്പൺ ഡോർ പോളിസി ഡിക്ലെയർ ചെയ്തത്. ചോദ്യം 4. Who is the present president of the World Bank? റോബർട്ട് സില്ലിക്, ജിം യങ് കിം, പോൾ ഫാർമർ, ഡേവിഡ് മാൾപാസ്. ആൻസർ ഡേവിഡ് മാൾപാസ് ആണ്. ഈ ക്വസ്റ്റ്യൻ 2018 ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ 2018 വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉത്തരം ജിം യങ് കിം ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരാണ്? ഡേവിഡ് മാൾപാസ് ആണ്. ഓക്കെ, 2019 മാർച്ചിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. ഇപ്പോഴും അദ്ദേഹം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യം. വാട്ട് ഈസ് കാലിഗ്രഫി? ജിയോമാട്രിക് ഡിസൈൻസ്, വെജിറ്റൽ ഡിസൈൻസ്, ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്, മിനിയേച്ചർ പെയിൻറ്റിംഗ്. ആൻസർ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാലിഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്ക് ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് ആണ്. 6ാമത്തെ ചോദ്യം. മാച്ച് ദി ഫോളോവിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ഗിവൺ ബിലോ. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻഡോജനിക് ഫോഴ്സ്, സുനാമി, എർത്ത് ക്വേക്ക്, വോൾക്കാനോസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആൻസർ നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെടുത്തോളൂ. ഓക്കെ, ആൻസർ പറയാം. എൻഡോജനിക് ഫോഴ്സ് എന്ന് പറയുന്നത് പ്ലേറ്റ് മൂവ്മെൻ്റ് ആണ്. സുനാമി ഹാർബർ വേവ്സ് ആണ്. എർത്ത് ക്വേക്ക് അളക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. എർത്ത് ക്വേക്കിൻ്റെ അതിൻ്റെ ഒരു കാഠിന്യം അളക്കുന്നതാണ് സീസ്മോഗ്രാഫ്. വോൾക്കാനോസ് പസഫിക് റിംഗ് ഓഫ് ഫയർ. ക്ലിയർ? 7ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ? വാഷിംഗ്ടൺ, പാരീസ്, ജനീവ, ന്യൂയോർക്ക്. ആൻസർ ജനീവയാണ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ്. ചോദ്യം 8. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ നെസസറി പ്രിൻസിപ്പിൾ ഓഫ് ലിബറൽ ഡെമോക്രസി? ഗവൺമെൻറ് ബൈ കോൺസെൻറ്റ്, മെജോറിറ്റി റൂൾ, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്. ആൻസർ
കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. ലിബറൽ ഡെമോക്രസിയുടെ പ്രിൻസിപ്പിൾ അല്ലാത്തത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം 9. ഐഡൻറ്റിഫൈ ദ ഓഫീസർ ഹൂ വാസ് ഇൻ ചാർജ് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ദി ഡൽഹി സുൽത്താനേറ്റ്. വാസിർ വാക്കിൽ സദർ മുഖദ്ദം. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ചാർജുള്ള ഓഫീസറെ ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൽ അറിയപ്പെട്ടിരുന്നത് മുഖദ്ദം എന്നാണ്. ചോദ്യം 10. നോർമൽ ലാപ്സ് റേറ്റ് മീൻസ് ടെമ്പറേച്ചർ ഡിക്രീസ് അറ്റ് യൂണിഫോം റേറ്റ് ഓഫ് 2 degrees Celsius for every 165 meters of the altitude. Temperature increase at a uniform rate of 1 degree Celsius for every 165 meters of altitude. Temperature increase at a uniform rate of 2 degrees Celsius for every 165 meters of altitude. Temperature decrease at a uniform rate of 1 degree Celsius for every 165 meters of altitude. ആൻസർ വരുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഡിക്രീസ് അറ്റ് യൂണിഫോം റേറ്റ് ഓഫ് 1 degree Celsius ഫോർ എവ്രി 165 മീറ്റേഴ്സ്. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 165 മീറ്റർ ഉയരത്തിലേക്ക് പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചിട്ട് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്ന പ്രതിഭാസമാണ് നോർമൽ ലാപ്സ് റേറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് 11ാമത്തെ ചോദ്യം. The Soviet Union ceased to exist in 1990, 1989, 1991, 1992. Answer 1991. ചോദ്യം 12. Formed by the solidification of molten rock, identify the rock type. Metamorphic rocks, sedimentary rocks, stratified rocks, igneous rocks. ആൻസർ ഇഗ്നിയസ് റോക്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ടൈപ്പ് ഓഫ് റോക്ക് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ് വൺ 13ാമത്തെ ചോദ്യം. ദ ലോക്കൽ വിൻഡ് മാംഗോ ഷവേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് വിൻ്റർ സീസൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, സമ്മർ സീസൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. ആൻസർ സമ്മർ സീസൺ ആണ്. സമ്മർ സീസണിലാണ് മാംഗോ ഷവർ ലോക്കൽ വിൻഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയിൽ. ചോദ്യം 14. ഐഡൻറ്റിഫൈ ദി ലാർജ് സ്കെയിൽ മാപ്പ് ഫ്രം ദോസ് മാപ്പ് ഗിവൺ ബിലോ. പൊളിറ്റിക്കൽ മാപ്പ്, വാൾ മാപ്പ്, അറ്റ്ലസ് മാപ്പ്, കഡസ്ട്രൽ മാപ്പ്. ആൻസർ കഡസ്ട്രൽ മാപ്പാണ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ലാർജ് സ്കെയിൽ മാപ്പാണ്. ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? മാപ്പുകൾ 2 തരത്തിലാണ് ഉള്ളത്. ലാർജ് സ്കെയിലും ഉണ്ട്, സ്മോൾ സ്കെയിലും ഉണ്ട്. ലാർജ് സ്കെയിൽ എന്ന് വെച്ചാൽ സ്മോൾ ഏരിയയിലെ വലിയ സ്കെയിലിൽ കാണിച്ച് വലിയ സ്കെയിലിൽ കാണിക്കുന്ന മാപ്പാണ് കഡസ്ട്രൽ മാപ്പ് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മാപ്പ്. ഇവിടെ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? വലിയ ഏരിയാസിനെ സ്മോൾ സ്കെയിലിലോട്ട് മാറ്റുന്നു, ചെറിയ അളവിലേക്ക് മാറ്റുന്നതാണ് സ്മോൾ സ്കെയിൽ മാപ്പ്. അപ്പോൾ പൊളിറ്റിക്കൽ മാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? വലിയ ഏരിയയെ ചെറുതാക്കി കാണിക്കുന്നു. വാൾ മാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വാളിൽ തൂക്കിയിടുന്ന മാപ്പ് ഉണ്ടല്ലോ, അതെന്താണ്? വലിയ ഏരിയയെ ചെറുതാക്കി കാണിക്കുന്നു. അറ്റ്ലസ് മാപ്പ് എന്ന് വെച്ചാലും വലിയ ഏരിയയെ ചെറുതാക്കി കാണിക്കുന്നതാണ്. ഇവിടെ കഡസ്ട്രൽ മാപ്പാണ് ചെറിയ ഏരിയയെ വലിയ സ്കെയിലിലേക്ക് മാറ്റി കാണിക്കുന്നത്. സോ കഡസ്ട്രൽ മാപ്പ് ഈസ് ദി ലാർജ് സ്കെയിൽ മാപ്പ്. ക്ലിയർ ആണല്ലോ. ചോദ്യം 15. ഹൂ ഈസ് നോൺ ആസ് ദി ലിബറേറ്റർ ഓഫ് ദി ഇന്ത്യൻ പ്രസ്? വില്യം ബെൻഡിക്, ലോർഡ് റിപ്പൺ, ലോർഡ് ലിട്ടൺ, ചാൾസ് മെൽകാഫ്. ആൻസർ ചാൾസ് മെൽകാഫ് ആണ്. ചാൾസ് മെൽകാഫിനെയാണ് ലിബറേറ്റർ ഓഫ് ദി ഇന്ത്യൻ പ്രസ് എന്ന് അറിയപ്പെടുന്നത്. ചോദ്യം 16.
what is known as Zamindari system? A.Ryotwari system, Mahalwari system, permanent land revenue settlement, 1 year settlement. Answer, permanent land revenue settlement ആണ് Zamindari system എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത 17ാമത്തെ ചോദ്യം. Which one of the following is not a method of estimating national income? Income method, value added method, export-import method, expenditure method. ആൻസർ എക്സ്പോർട്ട് ഇമ്പോർട്ട് മെത്തേഡാണ്. എക്സ്പോർട്ട്-ഇമ്പോർട്ട് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കാറില്ല. ഇൻകം മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്, വാല്യൂ ആഡഡ് മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 18ാമത്തെ ചോദ്യം. ഹൂ എമംഗ് ദ ഫോളോവിങ് ഹാസ് ദ പവർ ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് വിത്തിൻ ദി യൂണിയൻ ഓഫ് ഇന്ത്യ? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദ ക്യാബിനറ്റ്, ദ സുപ്രീം കോർട്ട്, പാർലമെന്റ്. ആൻസർ എന്താണ്? പാർലമെന്റ് ആണ് എന്ത് തീരുമാനിക്കുന്നത്? പുതിയ ഒരു സ്റ്റേറ്റ് വരണോ വേണ്ടേ എന്നുള്ള ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിനുള്ള അധികാരമുള്ളത് പാർലമെന്റിനാണ്. അടുത്ത 19ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് പഹരിയ റിബല്ലേഷൻ. പെസന്റ് റിബല്യൻ, ട്രൈബൽ റിബല്യൻ, rebellion of chieftains, poligar revolt. ആൻസർ ട്രൈബൽ റിബല്യൻ ആണ്. ട്രൈബൽ റിബല്യൻ ആണ് പെഹരിയ റിബല്യൻ ആയിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അടുത്ത 20ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഈസ് നോട്ട് കറക്റ്റ്? ദ 2006 amendment reduced the number of members of state Human Rights Commission from 5 to 3. A member is eligible for reappointment for another terms of 5 years subject to the age limit of 70 years. The chairperson should be a retired Chief Justice of High Court. The chairperson and members are appointed by the President of India. ആൻസർ എന്താണ്? ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടത് അല്ല. ഓക്കെ, അടുത്ത 21ാമത്തെ ചോദ്യം. മോസ്റ്റ് ഓഫ് ദി വർക്കിംഗ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഈസ് എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് സെക്ടർ, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ, കമ്മ്യൂണിക്കേഷൻ സെക്ടർ, ബാങ്കിങ് സെക്ടർ. ആൻസർ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടറാണ് മോസ്റ്റ് ഓഫ് ദി വർക്കിംഗ് പോപ്പുലേഷനും എൻഗേജ് ചെയ്തേക്കുന്ന ഏരിയ. ഓക്കെ, ദെൻ 22. ഐഡൻറ്റിഫൈ ദി ക്യാപിറ്റൽ ഓഫ് ദി വിജയനഗര എംപയർ. കാഞ്ചീപുരം, മഹാബലിപുരം, ബദാമി, ഹംപി. ആൻസർ ഹംപിയാണ് ഇല്ലേ? നമുക്ക് ആനന്ദം സിനിമ കണ്ടവർക്കൊക്കെ അറിയാം ഇല്ലേ? വിജയനഗര അവിടെ ചെന്നിട്ട് ഹംപി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത 23. ദ ഫിനോമിനൺ ഓഫ് സിവിയർ ഇജക്ഷൻ ഓഫ് വാട്ടർ ഫ്രം വിത്തിൻ ദി എർത്ത് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഈസ് നോൺ ആസ് സ്പ്രിങ്സ്, ഗെയ്സേഴ്സ്, ആർട്ടീസിയൻ വെൽ, അക്വിഫേഴ്സ്. ആൻസർ ഗൈസേഴ്സ് ആണ്. അടുത്ത 24ാമത്തെ ചോദ്യം. വിച്ച് among the following statement is not related to the effect of tide? Tidal energy can be used for power generation. It influences the climate of coastal region. The debris dumped along the sea shore and port are washed off to the deep sea. Ships can be brought to shallow harbors during the high tide. ആൻസർ ഇറ്റ് ഇൻഫ്ലുവൻസ് ദി ക്ലൈമറ്റ് ഓഫ് കോസ്റ്റൽ റീജിയൻ എന്നുള്ളതാണ്. അതായത് ടൈഡും കോസ്റ്റൽ റീജിയൻ്റെ ക്ലൈമറ്റും തമ്മിൽ
ബന്ധമൊന്നുമില്ല. ഓക്കെ, അടുത്ത 25ാമത്തെ ചോദ്യം. ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് GDP കംസ് ഫ്രം പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, നൺ ഓഫ് ദി എബവ്. ആൻസർ ടെറിഷറി സെക്ടറാണ്. ടെറിഷറി സെക്ടറാണ് ഇപ്പോൾ GDPയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന സെക്ടർ. ഓക്കെ, അടുത്ത 26ാമത്തെ ചോദ്യം. ഇൻ ഇന്ത്യ ബ്ലാക്ക് സോയിൽ ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ ദ ഡെസേർട്ട് റീജിയൻ, ചോട്ടാനാഗ്പൂർ റീജിയൻ, ഡെക്കാൻ ട്രാപ്പ് റീജിയൻ, മേഘാലയ പ്ലേറ്റ്യൂ. ആൻസർ ഡെക്കാൻ ട്രാപ്പ് റീജിയൻ ആണ്. ഡെക്കാൻ ട്രാപ്പ് റീജിയനിലാണ് എന്ത് ബ്ലാക്ക് സോയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇന്ത്യയിൽ. അടുത്ത് 27ാമത്തെ ചോദ്യം. The minimum required population of categorizing and urban settlement as city 5,000, 10 lakh, 1 lakh, 50 lakh. ആൻസർ നമ്മൾ പഠിച്ചതാണ് ഇല്ലേ, 1 lakh ആണ്. 1 lakh വരുമ്പോഴാണ് അത് സിറ്റി ആയിട്ട് മാറുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 28. ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ ഈസ് എ പ്രോഗ്രസീവ് ടാക്സ്, പ്രൊപ്പോർഷണൽ ടാക്സ്, റെഗ്രസീവ് ടാക്സ്, ഡിഗ്രസീവ് ടാക്സ്. ആൻസർ പ്രോഗ്രസീവ് ടാക്സ് ആണ്. ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ടാക്സ് ആണ്. ഓക്കെ, അടുത്ത 29ാമത്തെ ചോദ്യം. വെൻ റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ ദ ബഡ്ജറ്റ് മീൻസ് surplus budget, deficit budget, balanced budget, promotion budget. ആൻസർ ഇതാണ്. റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ. റവന്യൂ കൂടി നിൽക്കുകയാണ്, സോ സർപ്ലസ് ബഡ്ജറ്റ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അടുത്ത 30ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ചീഫ് ഓർഗൻ ഓഫ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ? ECOSOC, WHO, ILO, UNESCO. ആൻസർ ECOSOC ആണ്. ECOSOC ഈസ് ദ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ്റെ ഓർഗനാണ്. ഓക്കെ, ദെൻ 31. ദ പ്രസൻറ്റ് ഗവർണർ ഓഫ് കേരള P. സദാശിവം, ഷീല ദീക്ഷിത്, ആരിഫ് മുഹമ്മദ് ഖാൻ, നിഖിൽ കുമാർ. ആൻസർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചോദ്യം 32. വാട്ട് ഡു യു മീൻ ബൈ എ മിക്സഡ് എക്കോണമി? മോഡേൺ ആൻഡ് ട്രഡീഷണൽ സെക്ടർ, ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ സെക്ടർ, കൊമേഴ്ഷ്യൽ ആൻഡ് സബ്സിസ്റ്റൻസ് എക്കോണമി, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. ആൻസർ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അടുത്ത 33. ദ ടേം ലൂ റെഫേഴ്സ് ടു ഡ്രൈ ആൻഡ് the dry wind which blows from Sahara desert, local wind that blows down the slope of Alps, hot, dry and oppressing wind blowing in the northern plains of India, wind that blows in South India. Answer hot, dry and oppressing wind blowing in the northern plains of India ആണ് ലൂ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ചോദ്യം 14. ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് വിത്ത് ഈക്വൽ എലിവേഷൻ ഫ്രം സീ ലെവൽ ആർ ഐസോബാർ, ഐസോഹെറ്റ്സ്, ഐസോണിഫ്, കോണ്ടൂർ. ആൻസർ കോണ്ടൂർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു ഇല്ലേ. കോണ്ടൂർ ലൈൻസ് എന്താണ്? സെയിം എന്താണ് ഉയരത്തിലുള്ള കണക്റ്റിംഗ് ലൈൻസിനെ കാണിക്കുന്നതാണ്. ഓക്കെ, അടുത്ത 35. Election of local self-government in India is conducted by Election Commission of India, State Election Commission, State Government,
പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. ആൻസർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ എലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞതിന് പഠിച്ചു. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളത് ഇല്ലേ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ എലക്ഷൻ നടത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ മാറി മാറി വരുന്നുണ്ട്. അതായത് നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോളോ ചെയ്ത് വന്നാൽ നമുക്ക് ഉറപ്പായിട്ടും ഷുവറായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റുന്നതേ ഉള്ളൂ കേറ്റഡ് എക്സാം ഇല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. കമൻറ്റ് ചെയ്യുക, മാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.